ലണ്ടനിലെ പഠനകാലാനുഭവങ്ങൾ പങ്കിട്ട് എസ്തർ അനിൽ. പലരും പറയുന്നത് പോലെയുള്ള റേസിസം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് എസ്തർ പറയുന്നത്. അതേസമയം റേസിസം നിലനിൽക്കുന്നുണ്ടെന്നും എസ്തർ പറഞ്ഞു. ഒരു അഭിമുഖത്തിലാണ് എസ്തർ മനസ്സ് തുറന്നത്. എനിക്കതിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. 1-2% മാത്രമായിരിക്കും റേസിസവും. അങ്ങനെ തന്നെ ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. 1 വർഷം അവിടെ പഠിച്ചിരുന്നു. വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. വളരെ ഊഷ്മളവും വെൽക്കമിങ്ങുമായിരുന്നു. താരം പറയുന്നു. പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വന്നിരുന്നില്ല. മലയാളി അസോസിയേഷന്റെ പരിപാടിക്കൊക്കെ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിരുന്നു. 2 മാസം പാർട്ട് ടൈം ചെയ്ത് നോക്കിയിരുന്നു. അതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയില്ല. എനിക്ക് വളരെ നല്ല അനുഭവമായിരുന്നു. അതേസമയം തന്നെ നമ്മൾ നന്നായി റിസർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടുപോകും. സുഹൃത്തുക്കൾ പങ്കിട്ട ഫോട്ടോ കണ്ട് ലൈഫ് അടിപൊളിയാണെന്ന് കരുതി വന്ന മലയാളി പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിച്ചും റിസർച്ച് ചെയ്തുമാണ് പോയത്. 10% പോലും റിസർച്ച് ചെയ്യാതെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫോട്ടോയിൽ കാണുന്ന ജീവിതമല്ല അവിടെ, താരം പറയുന്നു. അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും. ആളുകൾ വെൽക്കമിങ് ആയിരിക്കണമെന്നില്ല. അങ്ങോട്ട് ചെന്ന് സംസാരിക്കണം. ഇവിടെ നമുക്ക് നമ്മളുടേതായ ഒരു സ്പേസ് ഉണ്ട്. അവിടെയുള്ളവർ സെൻസിബിളിനപ്പുറത്ത് കുറച്ചുകൂടി സെൻസിറ്റീവാണ് തോന്നിയിട്ടുണ്ട്. വ്യത്യസ്തമായ സംസ്കാരമാണല്ലോ. നമ്മൾ തമാശയായി പറയുന്നതും സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നതുമായ കാര്യത്തിൽ ദേഷ്യപ്പെട്ടേക്കാം, എസ്തർ പറയുന്നു. നമ്മൾ അവരുടെ സംസ്കാരത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. 2ാം പൗരൻ എന്ന പോലെ പോയി നിൽക്കുന്നതാണ് നമ്മൾ. അതിനർത്ഥം ആട്ടും തുപ്പും കേട്ട് അവിടെ നിൽക്കണമെന്നല്ല പറയുന്നത്. പലപ്പോഴും അവരുടെ ദേഷ്യം വാലിഡാണെന്നും തോന്നിയിട്ടുണ്ട്. അവിടെ പുഴകളിൽ അവർ വളർത്തുന്ന മീനുണ്ടാകും. അതിനെ ചൂണ്ടയിട്ട് പിടിക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യക്കാർ പോയി ചൂണ്ടയിട്ട് പിടിച്ചു കൊണ്ടുവരും. എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടതാണ്. അതൊക്കെ അവർക്ക് ദേഷ്യമുണ്ടാക്കും എന്നും എസ്തർ പറയുന്നു. റേസിസം കണ്ടില്ലെന്ന് നടിക്കണമെന്നില്ല. എൻ്റെ അനുഭവം വേറെയായിരുന്നുവെന്ന് മാത്രം. തീർച്ചയായും അവിടെ റേസിസം ഉണ്ട്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവുക എന്നും എസ്തർ പറയുന്നു.